See, you want to construct a DFA in which it accepts a language a raised to n, b raised to n, where n is greater than or equal to 1. Okay. ഇത് ഈ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിന് നിങ്ങൾ ഒരു DFA കൺസ്ട്രക്ട് ചെയ്യണം. ലെറ്റ്സ് സീ ഇഫ് വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ലാംഗ്വേജിൽ വരുന്ന സ്ട്രിങ്സ് എന്തായിരിക്കും ആദ്യം? ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി എ ബി, equal number of a's and equal number of b's. Okay, a b b, a b b b, and so on. Okay, now it's definitely an infinite language, so we'll take the smallest string that you can form out of it and then we'll draw the DFA. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ let's see how we can do that. അപ്പോൾ a b ആണ് ഇവിടുത്തെ smallest string. അപ്പോൾ ഞാൻ I am initially in the state q0 and on seeing a I move to the state q1 and on seeing b I move to a state q2 which is the final state. Okay, and q1 il q0 il b variyaanenkil I'll move to a state q3 which is the dead state. avade a vannalum b vannalum that's okay. q1 il b vannal ingotu povum. A വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? A വന്നു കഴിഞ്ഞാൽ what do I do? q1 on getting A, I will remain in the state q1 അല്ലേ? ഇനി q2 ൽ B വന്നാലോ? B വന്നാൽ I will remain in the state q2. Okay, ഇനി ഒരു എ ആണ് വരണത് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? അതിനെ ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറ്റണം. എ ആണ് വരുന്നതെങ്കിൽ. ഓക്കെ, സോ ഈ പറയുന്ന ലാംഗ്വേജസ് ഇവിടെ മെൻഷൻ ചെയ്തിരുന്ന ലാംഗ്വേജസ് ഒക്കെ ഇതിൽ ആക്സെപ്റ്റഡ് ആവും. ബട്ട് ദെൻ ഇസ് ഇറ്റ് റൈറ്റ്? യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത് കറക്റ്റാണോ ഞാൻ ഈ വരച്ചിക്കണത്? ഐ മീൻ വരച്ചിക്കണത് കറക്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ലാംഗ്വേജിന് ഇത് കറക്റ്റാണോ? ഇപ്പോൾ നോക്കൂ, എൻ്റെ ഒരു സ്ട്രിങ് ഇഫ് ഐ എം ടേക്കിംഗ് എ ബി ആസ് എ സ്ട്രിങ്. ഓക്കെ, എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എസ് 2 ആണ്, ബി ഇറ്റ്സ് 1. അപ്പോൾ അത് ആക്ച്വലി ഇത് റിജക്റ്റ് ചെയ്യണം. പക്ഷെ ഇതിൽ നോക്കൂ, എ ബി ഇറ്റ് വിൽ ഗെറ്റ് ആക്സെപ്റ്റഡ് അല്ലേ? സോ വിച്ച് മീൻസ് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് DFA. അപ്പോൾ എ ബി ബി ഈക്വൽ നമ്പർ ഓഫ് എസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ബീസ്. നമ്മൾ എനെയും ബീനെയും കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്തിട്ട് ചെയ്യണത് നമുക്ക് ഒരിക്കലും ഒരു ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ പറ്റുന്ന കാര്യമല്ല. കൗണ്ടിങ് ആൻഡ് കമ്പാരിസൺ ക്യാൻ നോട്ട് ബി ഡൺ ഇൻ എ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഓക്കെ, അതിന് നമുക്കൊരു ഇൻഫൈനൈറ്റ് മെമ്മറിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഫൈനൈറ്റ് ഓട്ടോമേറ്റ പ്ലസ് വി നീഡ് ഇൻഫൈനൈറ്റ് മെമ്മറി. ഓക്കെ, എന്നാൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോ ദിസ് മീൻസ് യു നീഡ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അലോങ് വിത്ത് ദാറ്റ് യു നീഡ് ഇൻഫൈനൈറ്റ് മെമ്മറി. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷനെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു ഓട്ടോമേറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദ പുഷ് ഡൗൺ ഓട്ടോമേറ്റ. പുഷ് ഡൗൺ ഓട്ടോമേറ്റ. വിൽ സീ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. യു കനോട്ട് കൺസ്ട്രക്ട് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഫോർ ഓൾ ദ ലാംഗ്വേജസ്. എല്ലാ ലാംഗ്വേജസിനും നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഡിറ്റർമിനിസ്റ്റിക് ആവണമെന്നില്ല, എങ്ങനത്തെ ആണെങ്കിലും ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ നിങ്ങൾക്ക് ഒരിക്കലും കൺസ്ട്രക്ട് ചെയ്യാൻ എല്ലാ ലാംഗ്വേജസിനും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ദർ ആർ സം റെസ്ട്രിക്ഷൻസ്. ആൻഡ് അത് ഓരോരോ സോർട്ട് ഓഫ് ലാംഗ്വേജസിന് ഓരോരോ ഓട്ടോമാറ്റ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റാസ് ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിന് ഞാൻ പറഞ്ഞപ്പോൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നൗ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദാറ്റ്. ഓക്കെ, ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. So now let's see what are the different types of languages that we have.
ഓക്കെ, നമുക്ക് പല ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു നമുക്കൊരു പർട്ടിക്കുലർ ലാംഗ്വേജിന് നമുക്ക് ഒരു പർട്ടിക്കുലർ ഓട്ടോമേറ്റയിൽ അത് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് ഒരു പർട്ടിക്കുലർ ഓട്ടോമേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് അതിനെ മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ദ റെഗുലർ ലാംഗ്വേജ്. റെഗുലർ ലാംഗ്വേജിനെയാണ് ഞാൻ RL പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെഗുലർ ലാംഗ്വേജ്. ആ റെഗുലർ ലാംഗ്വേജസിൽ ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ നമുക്ക് കൺസ്ട്രക്ട്. നമ്മൾ ഇത്ര നേരം ഫൈനൈറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമാറ്റാസ് നമ്മൾ പഠിച്ചു അല്ലേ? മീലി മെഷീൻ, മൂറെ മെഷീൻ, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്. അപ്പോൾ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റകൾ നമ്മൾ കുറേ എണ്ണം പറഞ്ഞു അല്ലേ? ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ മീലി, മൂറെ, DFA, NFA, എപ്സിലോൺ NFA, ഇതെല്ലാം ഫൈനൈറ്റ് ഓട്ടോമാറ്റകളാണ്. അതിലെല്ലാം വർക്ക് ചെയ്യണ ലാംഗ്വേജസിനെയാണ് നമ്മൾ റെഗുലർ ലാംഗ്വേജസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ റെഗുലർ ലാംഗ്വേജസ് ആണ് നമ്മൾ ഇത്രയും നേരം ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുക? ഫൈനൈറ്റ് ഓട്ടോമാറ്റ. നമ്മൾ ഇത്ര നേരം കൺസ്ട്രക്ട് ചെയ്തതെല്ലാം ഈ റെഗുലർ ലാംഗ്വേജസിലുള്ള ഓട്ടോമാറ്റയാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് A⁻n, B⁻n. ഓക്കെ, ഇതൊക്കെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസിൽ. ഇവിടെ റെഗുലർ ലാംഗ്വേജസിൽ A⁻n മാത്രമേ പറ്റുള്ളൂ, മറ്റേത് A⁻n, B⁻n. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആകുമ്പോൾ A⁻n, B⁻n, C⁻n, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസിൽ വർക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുഷ് ഡൗൺ ഓട്ടോമാറ്റ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് പ്ലസ് ഇൻഫൈനൈറ്റ് മെമ്മറി പ്ലസ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് പുഷ് ഡൗൺ ഓട്ടോമാറ്റ ആണ്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ പുഷ് ഡൗൺ ഓട്ടോമാറ്റ. ഇനി അതാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ട്ടോ. ഇനി നെക്സ്റ്റ് സെക്ഷൻ ഇസ് ദ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസ്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഓട്ടോമാറ്റേനെയാണ് പറയുന്നത് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ഇതെന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. യു ജസ്റ്റ് ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത് ദീസ് വേർഡ്സ് നൗ. ഓക്കെ, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസ്. റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഓട്ടോമാറ്റയാണ് ട്യൂറിംഗ് മെഷീൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ മൊഡ്യൂൾസ് കിടക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് ഓൾ അബൌട്ട് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, നെക്സ്റ്റ് ഇസ് അബൌട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് PDA, പിന്നെ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസ് വരും. ഫൈനലി വിൽ റീച്ച് ദ ട്യൂറിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്യൂറിംഗ് മെഷീൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനൊക്കെ ഇതൊരു ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിൽ യൂസ് ചെയ്യണ മെഷീൻസ് ആണ്. ഇനി ഇതിനൊക്കെ ഒരു ഗ്രാമർ ഉണ്ട് അല്ലേ? ലാംഗ്വേജിനൊരു ഗ്രാമർ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷിനൊരു ഗ്രാമർ ഉണ്ട്, മലയാളത്തിനൊരു ഗ്രാമർ ഉണ്ട്. എല്ലാ ലാംഗ്വേജസും നമ്മൾ ഗ്രാമർ വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്രാമർ എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, റെഗുലർ ലാംഗ്വേജസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യണ ഗ്രാമറിന് ആ ഗ്രാമറാണ് നമ്മൾ എന്ത് പറയുക? റെഗുലർ ഗ്രാമർ എന്ന് പറയാം, RG. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ നെക്സ്റ്റ്. ഓക്കെ, റെഗുലർ ഗ്രാമർ. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യണ ഗ്രാമറിനെ what do you call that? It is called the context free grammar. Okay, next one is the context sensitive grammar, and the grammar that is used in recursively enumerable language is called the unrestricted grammar, UG, unrestricted grammar. Okay, so this is the family of languages. And we have already seen what a finite automata is. ഇനി നമ്മൾ എന്താണ് അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജും റെഗുലറും ഗ്രാമറും എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നൗ വി നീഡ് ടു നോ വാട്ട് എ റെഗുലർ ലാംഗ്വേജ് ഇസ്, ആൻഡ് ഫ്രം ദാറ്റ് വി നീഡ് ടു നോ വാട്ട് റെഗുലർ ഗ്രാമർ ഇസ്. ഓക്കെ, ആൻഡ് ദെൻ we'll move on to the next. So this all together is called the Chomsky hierarchy. Chomsky hierarchy. This is a frequently asked question in the university exams. Okay, Chomsky hierarchy explain ചെയ്യാൻ പറയും. It comes as a big mark question, 12 mark question ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ചോംസ്കി ഇതിനാണ് നമ്മൾ ഇതിനെല്ലാം ആണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ,
ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതുകളുണ്ട്, നമുക്ക് ടൈപ്പ് 0, ടൈപ്പ് 1 അതെന്താണെന്നുള്ളതൊക്കെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫൈനൈറ്റ് ഓട്ടോമേറ്റ. നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ പഠിച്ചു. നൗ വീൽ മൂവ് ഓൺ ടു ദ റെഗുലർ ലാംഗ്വേജസ് ആൻഡ് ദ റെഗുലർ ഗ്രാമർ. So what do you mean by a regular grammar? Regular grammar is nothing but a grammar that is used to represent the regular languages. Okay, regular language ne represent ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരു ഗ്രാമറിനെയാണ്. ഈ റെഗുലർ ഗ്രാമർ ഇസ് ദ വൺ ദാറ്റ് ആക്സെപ്റ്റ്സ് ദ റെഗുലർ ലാംഗ്വേജസ് എന്നും നമുക്ക് പറയാം. യു ക്യാൻ സേ ഇറ്റ് ഇൻ ബോത്ത് വേർഡ്സ്. ഓക്കെ, റെഗുലർ ആയിട്ടുള്ള ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ ഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റെഗുലർ ഗ്രാമർ വെച്ചിട്ടാണ് നമ്മളൊരു റെഗുലർ ലാംഗ്വേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി ഓഫ് 2 ടൈപ്സ്. ഒന്നെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലീനിയർ ഗ്രാമർ ആൻഡ് ദി അതർ വൺ ഇസ് ദ റൈറ്റ് ലീനിയർ ഗ്രാമർ. Okay, I will get in more detail to it in the coming session. So now I would like to tell you what a regular expression is. Okay, regular expression. Regular expression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ okay, basically it has got 3 operations. ഒന്ന് പ്ലസ്, ഒന്ന് concatenation, and the other one is the star, which is the clean closure. Okay, clean closure, and this is the union, and this is the concatenation. Okay, appo endana ee regular expression? What do you mean by regular expression? It is basically used for representing certain sets of strings in an algebraic fashion. Okay, or algebraic fashion lo oru particular set of input string ne റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിതിൽ ബേസിക്കലി മൂന്ന് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ റെഗുലർ എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇസ് യൂണിയൻ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഡോട്ട് വിച്ച് ഇസ് ദ കൺകാറ്റനേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ സ്റ്റാർ വിച്ച് ഇസ് ദ ക്ലീൻ ക്ലോഷർ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഇൻപുട്ട് സ്ട്രിങ് തരാം, അപ്പോൾ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് തരാം, അപ്പോൾ അതിനെ നിങ്ങൾ റെഗുലർ എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആൻഡ് ഐ വോണ്ട് യു ഓൾ ടു പേ അറ്റൻഷൻ ടു ദിസ്. ഓക്കെ, സോ ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. 3 ഓപ്പറേഷൻ എന്താണെന്നുള്ളത് എഴുതൂ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ ഫ്യൂ എക്സാമ്പിൾസ്. ഇപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് എ സെറ്റ് വിച്ച് ഇസ് എംപ്റ്റി അല്ലേ? നൾ സെറ്റിനെയാണ് നമ്മൾ 5 എന്ന് പറയുന്നത്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? A set which contains only epsilon. അല്ലേ? A belongs to sigma. ഇതെല്ലാം റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. All these are regular expressions. Okay. A belongs to sigma എന്ന് പറയുമ്പോൾ എന്താണ്? It is a set that contains only A. അല്ലേ? ഇപ്പോൾ for example, if R1 is a regular expression and R2 is another regular expression, then we can say that R1 plus R2 is a regular expression. R1 concatenated with R2 is again a regular expression, and R1 star R2 R1 star is again a regular expression, or R1 star or R2 star, whatever. Okay, clean closure property is another regular expression. Okay, just make a note of this. Okay, അപ്പോൾ ഇതുകളൊക്കെ റെഗുലർ എക്സ്പ്രഷൻസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ R1 R2 റെഗുലർ എക്സ്പ്രഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ യൂണിയൻ റെഗുലർ എക്സ്പ്രഷൻ ആണ്, അതിൻ്റെ കൺകാറ്റിനേഷൻ റെഗുലർ എക്സ്പ്രഷൻ ആണ്, അതിൻ്റെ ക്ലീൻ ക്ലോഷർ പ്രോപ്പർട്ടിയും റെഗുലർ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സോ ഓക്കെ, ഇതിന് നിങ്ങൾക്ക് R1 സ്റ്റാർ R2 എന്നോ എന്ത് വേണമെങ്കിലും ചെയ്താൽ കേട്ടോ. ക്ലീൻ ക്ലോഷർ പ്രോപ്പർട്ടി എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അതായത് ആ ഒരു പർട്ടിക്കുലർ റെഗുലർ ലാംഗ്വേജിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി ഇസ് എ റെഗുലർ എക്സ്പ്രഷൻ, അത്രയേ പറയുന്നുള്ളൂ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ടേക്ക് എ ഫ്യൂ എക്സാമ്പിൾസ്. ഇവിടെ ഞാൻ പറയുകയാണ്, ഇനി all this you have already learned. A star എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇതാണ് ക്ലീൻ ക്ലോഷർ പ്രോപ്പർട്ടി. ഓക്കെ, എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ക്യാൻ ഐദർ ബി എ നൾ, ഒന്നും ഇല്ലാതിരിക്കാം, എ എന്ന് പറഞ്ഞൊരു ലെറ്റർ ഇല്ലാതെ ഇരിക്കാം സ്ട്രിങ്ങിൽ, അല്ലെങ്കിൽ യു ക്യാൻ ഹാവ് 1 A, യു ക്യാൻ ഹാവ് 2 A's, യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് A's. ഓക്കെ, എ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് 1 A. അതിൻ്റെയോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നമ്പർ വേണമെങ്കിലും ഇടാം. ഇറ്റ് ജസ്റ്റ് മീൻസ് യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് 1 A. അതാണ് ഇത് നമ്മൾ മീൻ ചെയ്യുന്നത്, എ പ്ലസ്. ഓക്കെ, ഇനി നോക്കൂ, എ പ്ലസ് ബി സ്റ്റാർ. വാട്ട് ഇസ് എ പ്ലസ് ബി സ്റ്റാർ? എ പ്ലസ് ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സ്ട്രിങ്സ് ഓവർ എ ആൻഡ് ബി. എയും ബിയും വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പോസിബിൾ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഉണ്ടാക്കാം, അതിനെയാണ് നമ്മൾ എ പ്ലസ് ബി സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഇപ്പോൾ സ്റ്റാറിൻ്റെ അവിടെ ഞാൻ 0 കൊടുക്കുക. സ്റ്റാർ മീൻസ് 0 ഓർ മോർ occurrences. ഓക്കെ, അപ്പോൾ സ്റ്റാറിൻ്റെ അവിടെ 0 കൊടുക്കുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എൻ എപ്സിലോൺ. ഓക്കെ, പിന്നെ 1 കൊടുക്കുകയാണെങ്കിലോ ലെങ്ത് 1 വരാം, എ വരാം, ബി വരാം. 2 കൊടുക്കുകയാണെങ്കിലോ ലെങ്ത് 2, എ എ ബി ബി എ ബി ബി. ലെങ്ത് 3 ആകുമ്പോൾ എന്താ വരിക? എ എക്സെട്രാ അപ് ടു ബി ബി ബി. ഓക്കെ, ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക അല്ലേ? ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓവർ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് പോസിബിൾ ഓവർ എ ആൻഡ് ബി. ഇതിനാണ് നമ്മൾ എ പ്ലസ് ബി സ്റ്റാർ എന്ന് പറയുന്നത്. നള്ളാവാം, ആ സ്റ്റാറിൻ്റെ അവിടെ 1 കൊടുക്കുക, 2 കൊടുക്കുക. 2 കൊടുത്താൽ ലെങ്ത് 2 ഉള്ള സ്ട്രിങ്സ് എല്ലാം വരും. 3 കൊടുത്താൽ ലെങ്ത് 3 ഉള്ളത് വരും. 0 കൊടുത്തു കഴിഞ്ഞാൽ നള്ള് ഒന്നുമില്ലാതെ വരും. Okay, that is the meaning of it. I hope this is clear to you. Okay, now let's solve a few questions. So here you need to find the regular expression for a language that accepts strings of length exactly 2. Okay, എൻ്റെ സിഗ്മ എന്ന് പറയുന്നത് എ കോമ ബി ആണ് കേട്ടോ. എ കോമ ബി ആണെങ്കിൽ എനിക്ക് എൻ്റെ ലെങ്ത് എക്സാക്ട്ലി 2 ആയിരിക്കണം. അപ്പോൾ ആ ലാംഗ്വേജസിൽ എന്തൊക്കെ വരും? L is equal to A, AB, BA, BB അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? ഇതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എന്തായിരിക്കും? റെഗുലർ എക്സ്പ്രഷൻ വിൽ ബി AA plus AB plus BA plus BB. Okay, taking A outside, A into A plus B plus B into A plus B. That is equal to A plus B, A plus B. So this will be the regular expression for a language accepting strings of length exactly 2. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എഴുതിയാലും both are right. Okay, both are right. Okay, ഇനി ഞാൻ പറയാണ് exactly 2 മാറ്റിയിട്ട് ഞാൻ പറയാണ് at least 2. Okay, at least 2 ആണെങ്കിൽ എന്താ വരിക? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരിക? നിങ്ങൾ പറയുക ലാംഗ്വേജിൽ വരുന്ന സ്ട്രിങ്സ് എന്തായിരിക്കും? ലാംഗ്വേജിൽ വരുന്ന സ്ട്രിങ്സ് അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2 എന്തായാലും വരും. എ ബി ബി എ ബി ബി 2 ആൻഡ് മോർ, അതല്ല അതിൻ്റെ അർത്ഥം. എ എക്സെട്രാ അപ് ടു ബി ബി ബി. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് എക്സാക്ട്ലി 2 നമുക്കറിയാം. ഇതുവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം. എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആൻഡ് മോർ, ഒന്നിൽ മിനിമം ഇത്രയെങ്കിലും ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം ഉണ്ടാവോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പം എനിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ എന്തായാലും കമ്പൽസറിലി ഉണ്ടാവണം, ബിക്കോസ് ഇറ്റ് ഇസ് അറ്റ്ലീസ്റ്റ് 2. ഇനി നമുക്ക് കൂടുതൽ വരുമോ വരാതിരിക്കുകയോ ചെയ്യാം. അപ്പം എന്ത് വരും? എ പ്ലസ് ബി സ്റ്റാർ കൊടുക്കും. 0 or more occurrences of A plus B. മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ പറയാണ് എക്സാക്ട്ലി 2 പറയില്ല. ഇനി ഞാൻ എക്സാക്ട്ലി 3 പറയാണ്. അപ്പോൾ എന്ത് ചേഞ്ചാണ് വരാൻ പറ്റുക?
ദിസ് ഇസ് ഫോർ എക്സാക്ട്ലി 2. ഓക്കെ, എക്സാക്ട്ലി 3 എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചേഞ്ച് അതിൽ വരുത്തുക ഒന്ന് ആലോചിച്ച് നോക്കൂ. You will simply add 1a plus b along with this. ആകുമ്പോൾ എക്സാക്ട്ലി 3 ആയി. എക്സാക്ട്ലി 4 എന്ന് പറയുമ്പോഴോ ഇതിനോടൊപ്പം വീണ്ടും ഒരു a plus b ആഡ് ചെയ്യും. ആൻഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. എക്സാക്ട്ലി 4 എന്ന് പറയുമ്പോൾ 4 a plus b വരും. എക്സാക്ട്ലി 3 എന്ന് പറയുമ്പോൾ യു വിൽ ജസ്റ്റ് ഹാവ് 2a plus b, 3a plus b. എക്സാക്ട്ലി 2 എന്ന് പറയുമ്പോൾ 2a plus b. Is that clear to you? Is that clear to you? Just make a note of this. ഇനി ഞാൻ അറ്റ്ലീസ്റ്റ് 2 പറഞ്ഞേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അറ്റ്മോസ്റ്റ് 2 ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂ, അറ്റ്മോസ്റ്റ് 2 എങ്ങനെയാണ് വരിക? എക്സാക്ട്ലി 2 ഇത് ഞാൻ മാറ്റാണ്. അറ്റ്മോസ്റ്റ് 2. അറ്റ്മോസ്റ്റ് 2 എങ്ങനെയാണ് വരിക? അറ്റ്മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ എന്തൊക്കെ വരുന്ന ആദ്യം പറയൂ നിങ്ങൾ. അറ്റ്മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാതാവാം, സിംഗിൾ ലെങ്ത് ആവാം, മാക്സിമം 2 വരെ വരാം. എ എ എ ബി ബി എ ബി ബി ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് ലാംഗ്വേജ്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഒന്നിലേക്ക് നിങ്ങൾക്ക് അതെല്ലാം പ്ലസ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ? എപ്സിലോൺ പ്ലസ് എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി ബി. But this is too big and it is really awkward to see. നമുക്കിതിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് എപ്സിലോൺ പ്ലസ് എ പ്ലസ് ബി, എപ്സിലോൺ പ്ലസ് എ പ്ലസ് ബി. ഇതിൽ നിങ്ങൾക്ക് എല്ലാ കോമ്പിനേഷൻസും കിട്ടും. നിങ്ങൾ നോക്കി നോക്കൂ. 0 ലെങ്ത് ആണെങ്കിൽ യു വിൽ ടേക്ക് ദീസ് 2, എപ്സിലോൺ എപ്സിലോൺ. 1 ലെങ്ത് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് എപ്സിലോൺ ഫ്രം ഹിയർ ആൻഡ് എ ഫ്രം ഹിയർ. 2 ലെങ്ത് ആണെങ്കിൽ ഓറൻസ് ഇങ്ങനെ എടുക്കാം കേട്ടോ. എപ്സിലോൺ ഇവിടുന്നു, ഈ ഒരു എ ഇവിടുന്നു. ഓക്കെ, 2 ലെങ്ത് ആണെങ്കിൽ എന്താ? എ എ എ ബി ബി എ ബി ബി വാട്ട് എവർ ഹൗ എവർ. അങ്ങനെ എല്ലാ കോമ്പിനേഷൻസും കാണിക്കാൻ പറ്റുന്നതാണ് ഈ എപ്സിലോൺ പ്ലസ് എ പ്ലസ് ബി ആൻഡ് എപ്സിലോൺ പ്ലസ് എ പ്ലസ് ബി. ഓക്കെ, so this is what you do for at most 2. Make a note of this.